ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ടാക്കിൾ വിത്ത് അസ്. ഇന്ന് തൊട്ട് നമ്മൾ +2 ഫിസിക്സ് NCERT ടെക്സ്റ്റ് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജ്. ആൻഡ് ഇത് പല പാർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് പാർട്ട് 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക്സ് ഇലക്ട്രിക് ചാർജസ്, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രിക് ചാർജ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമുക്ക് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഇൻ ഫിസിക്സ്. ഇനി അതെന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് അറിയണം. ആ ടേം നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് റെസ്റ്റിംഗ് കണ്ടീഷനിലാണ്, അഥവാ സ്റ്റാറ്റിക് കണ്ടീഷനിലാണ്. ഇലക്ട്രോ എന്ന ടേമിന് നമുക്ക് ഇലക്ട്രിക് ചാർജസ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. സോ നമുക്കിതൊരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. ഈ റെസ്റ്റിലിരിക്കുന്ന ചാർജസിൻ്റെ ബിഹേവിയർ, ക്യാരക്ടറിസ്റ്റിക്സ്, അവരെ എങ്ങനെയാണ് ചുറ്റുള്ള സറൗണ്ടിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡീൽ ചെയ്യുന്ന ടോപ്പിക്സ്. ഇനി നമുക്ക് ഇലക്ട്രിക് ചാർജിലേക്ക് കിടക്കാം. ഓൾ ഒബ്ജക്ട്സ് ഓർ മാറ്റർ ആർ മെയ്ഡ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. എന്ത് ഒബ്ജക്റ്റ് എടുത്താലും, ലെറ്റ് ഇറ്റ് ബി എ പെൻ, എ പെൻസിൽ, എ ബുക്ക് ഓർ ഈവൻ ഹ്യൂമൻ ബോഡി, എന്തെടുത്താലും ദേ ആർ മെയ്ഡ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. 2 or more atoms combine to form a molecule. ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലോ ആറ്റംസിൻ്റെ കോമ്പിനേഷൻ കാരണം ഉണ്ടാവുന്നതാണ്. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഉള്ളിലോ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് ന്യൂട്രോൺസും പ്രോട്ടോൺസും, ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഓർബിറ്റ്സിൽ ഇലക്ട്രോൺസും ഉണ്ട്. അത് കുറച്ചും കൂടി മനസ്സിലാവാനായിട്ട് നമുക്കൊരു ആറ്റത്തിൻ്റെ ഫിഗർ നോക്കാം. ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും അറേഞ്ച് ചെയ്തേക്കുന്ന സെൻട്രൽ പോർഷനാണ് ന്യൂക്ലിയസ്. അതിനു ചുറ്റുമുള്ള ഓർബിറ്റ്സിലായിട്ട് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും കാണാം. ഇനി നമുക്ക് എന്താണ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ചാർജ് എന്ന് നോക്കാം. പ്രോട്ടോൺ ക്യാരീസ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ക്യാരീസ് നെഗറ്റീവ് ചാർജ് ആൻഡ് ന്യൂട്രോൺ നോ ചാർജ്. ന്യൂട്രോൺ ന്യൂട്രൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അതായത് നെറ്റ് ചാർജ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ മെയിനായിട്ട് പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ നമുക്ക് മനസ്സിലായി, ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ ഈ ആറ്റം ഫോം ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഒബ്ജക്ട്സും നോർമൽ കണ്ടീഷൻസിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. ഇറ്റ്സ് ബിക്കോസ് ബോത്ത് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഗെറ്റ് ക്യാൻസൽഡ് ഓർ ദേ നള്ളിഫൈ ഈച്ച് അതേഴ്സ് ഇഫക്റ്റ്. ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും പ്രസൻസ് കാരണം ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്. ബട്ട് ദേ ആർ ഇൻ എ ബാലൻസ്ഡ് കണ്ടീഷൻ, ദി ക്യാൻസൽ ഔട്ട് ഈച്ച് അതേഴ്സ് ഇഫക്റ്റ്. അതെങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ചാർജ് ഓഫ് 1 proton. And charge of 1 proton is equal to plus 1.6 into 10 raised to minus 19 coulomb. ഇനി നമുക്ക് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് minus 1.6 into 10 raised to minus 19 coulomb. ഈ 2 വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ദർ മാഗ്നിറ്റ്യൂഡ്സ് ആർ സെയിം ബട്ട് സൈൻസ് ആർ ഓപ്പോസിറ്റ്. പ്രോട്ടോണ് പോസിറ്റീവാണ്, ഇലക്ട്രോണ് നെഗറ്റീവാണ്. So they are equal in magnitude but opposite in sign, so they get cancelled. ബട്ട് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇത് കുറച്ചും കൂടി ക്ലിയർ ആവാനായിട്ട് നമുക്ക് നേരത്തെ ആറ്റത്തിൻ്റെ ഫിഗർ നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ ഉള്ളിൽ 6 പ്രോട്ടോൺസാണുള്ളത്,
ചുറ്റുമുള്ള ഓർബിറ്റ്സിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഈ ഒരു ആറ്റത്തിനെ നമുക്ക് ന്യൂട്രൽ ആറ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഈ നോർമൽ കണ്ടീഷൻസിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ടെമ്പററി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മെത്തേഡാണ് ചാർജിങ് ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷൻ. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ ടെമ്പററി ചാർജിങ് മെത്തേഡ്. പെർമനൻ്റ് ആയിട്ട് ആ ഒബ്ജക്റ്റ് ചാർജിന് അക്വയർ ചെയ്യുന്നില്ല. ഫോർ എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം മാത്രമാണ് ഈ ചാർജ് എക്സിസ്റ്റ് ചെയ്യുക. So it's possible in some of the insulators but not in all of them. ഇൻസുലേറ്റേഴ്സിലാണ് നമുക്ക് ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ചെയ്യാൻ പറ്റുക. പക്ഷെ എല്ലാ ഇൻസുലേറ്റേഴ്സിലും ഇത് പോസിബിൾ അല്ല. ഇതിനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് കമ്മിങ് സ്ലൈഡ്സിൽ കാണാം. It happens when charge from one body is transferred to another when they come in contact with each other. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്യോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവർ തമ്മിൽ ചാർജ് ട്രാൻസ്ഫറിങ് നടക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒബ്ജക്റ്റ് ഒരു ചാർജ് അക്വയർ ചെയ്യുന്നത്. ബട്ട് ഹൗ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ത് വലിയ കോൺസെപ്റ്റ് ആണെന്ന് തോന്നാം. ബട്ട് അല്ല, ഇത് നമ്മൾ പലതവണ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഹെയർ കോംബ് ചെയ്തിട്ട് ആ കോംബ് യൂസ് ചെയ്ത് പേപ്പർ പീസസ് നമ്മൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് ടൈമിൽ പലതവണ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. സ്കെയിൽ ഡ്രസ്സുമ്മ റബ്ബ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ബിറ്റ്സ് ഓഫ് പേപ്പർ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഉള്ള ഒരു എക്സാമ്പിളാണ്. ഇനി എങ്ങനെയാണ് രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ചാർജ് ട്രാൻസ്ഫറിങ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Electrons are transferred from one object to other when they are rubbed against each other. അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ മറ്റ് ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ വൈൽ വൺ ഒബ്ജക്റ്റ് ഈസ് ലോസിങ് ഇലക്ട്രോൺസ്, ദ അതർ ഒബ്ജക്റ്റ് ഈസ് ഗെയിനിങ് ഇലക്ട്രോൺസ്. It occurs only if loosely packed electrons are available for this transfer. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എല്ലാ ഇൻസുലേറ്റേഴ്സിലും പോസിബിൾ അല്ല. ഇങ്ങനെ ലൂസ്ലി പാക്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജിങ് ബൈ ഫ്രിക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ കണ്ടക്ടേഴ്സിൽ പോസിബിൾ അല്ല എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. This is not applicable for conductors because all the electrons are involved in conduction and not available on the object surface for this transferring. കണ്ടക്ടേഴ്സിൽ എപ്പോഴും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാർജ് ട്രാൻസ്ഫറിങ്ങിനായിട്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ചാർജ് ട്രാൻസ്ഫറിങ്ങിനായിട്ട് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് കണ്ടക്ടേഴ്സിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. ലെറ്റ്സ് കൺസിഡർ ടു ഒബ്ജക്ട്സ് എ ആൻഡ് ബി. എയുടെ കയ്യിലും ബിയുടെ കയ്യിലും ദർ ആർ 1000 ഇലക്ട്രോൺസ് ആൻഡ് 1000 പ്രോട്ടോൺസ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എയും ബിയും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇനി ഒബ്ജക്റ്റ് എയും ബിയും തമ്മിൽ റബ്ബ് ചെയ്തു. അന്നേരം ഒബ്ജക്റ്റ് എ ഒബ്ജക്റ്റ് ബിയിലോട്ട് ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഒബ്ജക്റ്റ് എയുടെ കയ്യിൽ 999 ഇലക്ട്രോൺസും 1000 പ്രോട്ടോൺസും ഉണ്ട്. ഒബ്ജക്റ്റ് ബിയുടെ കയ്യിൽ ദർ ആർ 1001 ഇലക്ട്രോൺ ആൻഡ് 1000 പ്രോട്ടോൺസ്. ഇപ്പോൾ ഒബ്ജക്റ്റ് എയും ഒബ്ജക്റ്റ് ബിയുടെ കേസും കൺസിഡർ ചെയ്താൽ ഒബ്ജക്റ്റ് എയുടെ കയ്യിൽ ഒരു എക്സ്ട്രാ പ്രോട്ടോണും ഒബ്ജക്റ്റ് ബിയുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോണും വന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് എയുടെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവും ഒബ്ജക്റ്റ് ബിയുടെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അതുകൊണ്ട് എ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ആൻഡ് ബി ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ക്ലിയർ ആവുന്നത് ഒബ്ജക്ട്സ് ലോസിങ് ഇലക്ട്രോൺസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് and object gaining electrons become negatively charged.
സോ ഇനി നമുക്കൊരു ബേസിക് ടോപ്പിക്ക് നോക്കാം. കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സ്? ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദർ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സോ അതിൻ്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. സം മെറ്റീരിയൽസ് റെഡിലി അലൗ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. സോ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്ന എന്തൊരു മെറ്റീരിയലിനെയും വി ക്യാൻ കോൾ ദം ആസ് കണ്ടക്ടേഴ്സ്. ഇനി എങ്ങനെയാണ് ഈ കണ്ടക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഈ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഈ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൻ്റെ ഉള്ളിൽ ദർ വിൽ ബി ഇലക്ട്രിക് ചാർജസ് ഓർ ഫ്രീ മൂവിങ് ഇലക്ട്രോൺസ്. ഈ ഫ്രീ മൂവിങ് ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇനി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെറ്റൽസ്, ഹ്യൂമൻ ആൻഡ് ആനിമൽ ബോഡീസ്, എർത്ത് എക്സെട്ര ആണ്. മെയിനായിട്ട് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക മെറ്റൽസ് ആയിരിക്കും. ബട്ട് ഈവൻ ഹ്യൂമൻ ബോഡി കണ്ടക്റ്റിംഗ് ആണ്. ഇനി ഒരു കണ്ടക്ടറിലോട്ട് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇഫ് ചാർജ് ഇസ് ട്രാൻസ്ഫർഡ് ടു എ കണ്ടക്ടർ ഇറ്റ് റെഡിലി ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി എൻറ്റയർ സർഫസ് ഓഫ് ദി മെറ്റീരിയൽ. അതായത് ഞാനൊരു ചാർജിനെ അല്ലെങ്കിൽ കുറച്ച് ചാർജിനെ ഒരു കണ്ടക്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻറ്റയർ സർഫസിലോട്ട് ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് മൊത്തം സ്പ്രെഡ് ഔട്ട് ചെയ്യും. സോ ഞാനൊരു മെറ്റൽ റോഡ് എടുത്ത് ഒരു ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്ത് അതിനെ ചാർജ് ചെയ്താലും ഈ എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് എൻ്റെ ബോഡിയിലൂടെ എർത്തിലോട്ട് ലീക്ക് ചെയ്ത് പോവും. അങ്ങനെ ആ മെറ്റൽ റോഡ് വീണ്ടും അൺചാർജ്ഡ് കണ്ടീഷനിലേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് മെറ്റൽസിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. സോ ഇത്രയാണ് കണ്ടക്ടേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് നോക്കാം. ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് ഇൻഹിബിറ്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇൻഹിബിറ്റ് ദി ഫ്ലോ ഓഫ് ചാർജസ്, അതായത് ദി ഷോ ഹൈ റെസിസ്റ്റൻസ് ഇലക്ട്രിക്. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻസുലേറ്റേഴ്സ് ആർ ഹാവിങ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ കണ്ടക്ടിവിറ്റി. ഇനി ഈ ലോ കണ്ടക്ടിവിറ്റിക്ക് കാരണം ഇൻസുലേറ്റേഴ്സിലെ ആറ്റംസിൽ ഇലക്ട്രോൺസ് ആർ ടൈറ്റ്ലി ബൗണ്ട്. കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ ആക്ടിവിറ്റി പോസിബിൾ ആവാൻ കാരണം ഫ്രീ മൂവിങ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആർ നോട്ട് അവൈലബിൾ. ഓൾ ഓഫ് ദെം ആർ ടൈറ്റ്ലി ബൗണ്ട്. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺസ് ആർ സ്റ്റാറ്റിക് ആൻഡ് നോട്ട് ഫ്രീലി റോമിങ്. അപ്പോൾ ഇത്രയാണ് കണ്ടക്ടേഴ്സിനെ കുറിച്ചും ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചും പഠിക്കാനുള്ളത്. സോ എങ്ങനെയാണ് ഇൻസുലേറ്റേഴ്സിൽ ടെമ്പററി ചാർജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇറ്റ് ഈസ് ബൈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ. പക്ഷേ അത് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജിങ് ബൈ ഫ്രിക്ഷൻ വഴി കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാനുള്ള മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതെന്താണെന്ന് നോക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യാം. Bring two metal spheres A and B on insulating stands into contact. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ദ മെറ്റൽ സ്ഫിയർ എ, ഇത് മെറ്റൽ സ്ഫിയർ ബി, ആൻഡ് ദിയർ സ്റ്റാൻഡ്സ് ആർ ഇൻസുലേറ്റിംഗ്. ഇതാണ് സ്റ്റാൻഡ്, അത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളത് ഈ മെറ്റൽ സ്ഫിയർ എയും മെറ്റൽ സ്ഫിയർ ബിയും മാത്രമായിരിക്കും. Now bring a positively charged rod near sphere A. ഞാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു റോഡിനെ ഈ സ്ഫിയർ എയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബട്ട് ഇവിടെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദേ ആർ നോട്ട് ഇൻ കോണ്ടാക്റ്റ്. ബട്ട് സ്ഫിയർ എയും സ്ഫിയർ ബിയും ദേ ആർ ഇൻ കോണ്ടാക്റ്റ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് സ്ഫിയർ എയിലും സ്ഫിയർ ബിയിലും ഉള്ള ഫ്രീ ഇലക്ട്രോൺസിനെ ഈ സൈഡിലോട്ട് അട്രാക്റ്റ് ചെയ്യും. ബിക്കോസ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ സ്ഫിയർ ബിയുടെ ഈ സൈഡിൽ ദർ ഇസ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് റെയർ സൈഡ് ഓഫ് ബി ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്. നൗ സെപ്പറേറ്റ് ദ ടു സ്ഫിയേഴ്സ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഞാൻ ആ ഗ്ലാസ് റോഡിനെ അതേ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ബട്ട് എയും ബിയും തമ്മിൽ ഞാൻ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ദേ ആർ നോ മോർ ഇൻ കോണ്ടാക്റ്റ്. അപ്പോൾ എ ഇസ് റിച്ച് ഇൻ ഇലക്ട്രോൺസ്
and B is deficient in electrons. എയിൽ നെഗറ്റീവ് ചാർജസ് മൊത്തം accumulated ആയി, while in B it is deficient of negative charges. അതുകൊണ്ട് തന്നെ സ്ഫിയർ B ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ this is negatively charged and this is positively charged, so they attract each other. അടുത്ത സ്റ്റെപ്പിൽ വി ആർ റിമൂവിങ് ദി ഗ്ലാസ് റോഡ്. ഈ ഗ്യാപ്പ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഗ്ലാസ് റോഡ് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തു. അന്നേരം സ്ഫിയർ എയിലുള്ള നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ദേ ഗെറ്റ് അട്രാക്റ്റഡ് ടു പോസിറ്റീവ് ചാർജസ് ഇൻ സ്ഫിയർ ബി. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ അറേഞ്ച്ഡ് ആവും. പോസിറ്റീവ് ചാർജസ് ഇവിടെയും വരും, നെഗറ്റീവ് ചാർജസ് ഇവിടെയും വരും. ഇപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറുതാണ്. ഇനി ഞാൻ ഇവരെ കൂടുതൽ സെപ്പറേറ്റഡ് ആക്കും, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഞാൻ ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും they get uniformly distributed over the sphere. ഇവിടെ ഗ്യാപ്പ് കുറവായതുകൊണ്ട് they are under the influence of each other. A is influenced by sphere B. അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസും ഇങ്ങനെ ഈ സൈഡിൽ അക്യുമുലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഗ്യാപ്പ് ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയും ബിയും ഇൻഫ്ലുവൻസ്ഡ് അല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജസും uniformly distributed throughout the sphere. Here the spheres will be equal and oppositely charged, and this is known as charging by induction. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയർ എനും കിട്ടി, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയർ ബിനും കിട്ടി. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. മെയിൻലി 3 പ്രോപ്പർട്ടീസാണുള്ളത്: അഡിറ്റിവിറ്റി ഓഫ് ചാർജ്, ചാർജ് ഈസ് കൺസർവ്ഡ് ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് നോക്കാം. ചാർജ് ഈസ് സ്കാലാർ. ചാർജ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, അതായത് ചാർജ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാർജസിനെ ഓൾജിബ്രിക്കലി ആഡ് ചെയ്താൽ മതി. ഓൾജിബ്രിക്കലി ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സം, ആ ഓരോ ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ ചാർജസ് ഓഫ് എ സിസ്റ്റം. സോ ഒരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിലുള്ള ചാർജസ് ആണ് Q1, Q2, Q3 ടിൽ Qn. n നമ്പർ ഓഫ് ചാർജസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഓരോ ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ്. അപ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ജസ്റ്റ് ആഡ് Q1 plus Q2 plus Q3 plus etc. till Qn. ഇങ്ങനെ സം എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദി ബോഡി. ചാർജ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ചാർജിന് ഒന്നുകിൽ പോസിറ്റീവ് സൈൻ ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യാൻ നേരത്ത് ആ സൈനും കൂടി കൺസിഡർ ചെയ്യണം. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. If charges are +2, -3, +5, +6 and -7 and യൂണിറ്റ് ഏതാണെന്ന് ഞാനിവിടെ ഡിനോട്ട് ചെയ്തിട്ടില്ല, സം ആർബിട്രറി യൂണിറ്റ്, കുലോംസോ എന്തുമായിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലുള്ള മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചാർജസ് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ തന്നേക്കുന്ന ചാർജുകളുടെ സം ആയിരിക്കും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ ആ സൈനും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. +2, -3, +5, +6, -7 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ ചാർജ് ഓഫ് ദി ബോഡി ഈക്വൽ ടു +3 എന്ന് കിട്ടി. ആൻഡ് ഈ +3 എന്ന് പറയുന്നത് നേരത്തെ ചാർജസ് തന്നേക്കുന്ന ആ സെയിം യൂണിറ്റിലായിരിക്കും. കുലോംസ് ആണെങ്കിൽ കുലോംസിലായിരിക്കും. ഇതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്.
ഇനി നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം, ചാർജസ് കൺസർവ്ഡ്. ചാർജസ് ആർ നോട്ട് ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ചാർജസിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ചാർജിങ്ങിൽ കൺസിഡർ ചെയ്ത രണ്ട് കേസസ് ആയിരുന്നു ചാർജിങ് ബൈ ഫ്രിക്ഷനും ചാർജിങ് ബൈ ഇൻഡക്ഷനും. രണ്ട് കേസിലും ദർ ആർ ട്രാൻസ്ഫർ ഓഫ് ചാർജസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി ഒബ്ജക്ട്സ്. സോ നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ നമ്മൾ രണ്ട് മെറ്റൽ സ്ഫിയേഴ്സ് കൺസിഡർ ചെയ്തായിരുന്നു. ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ നമുക്കൊരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അന്നേരം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ഫിയർ ബിയിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് സ്ഫിയർ എയിലേക്ക് ട്രാൻസ്ഫേർഡ് ആയി. ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂ ടു കോണ്ടാക്ട്. കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് കോണ്ടാക്റ്റ് വഴി ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ബട്ട് അവിടെ ജസ്റ്റ് ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ദർ ഇസ് നോ ന്യൂ ചാർജസ് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ്. ആ സിസ്റ്റത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജ് ജസ്റ്റ് റീഡിസ്ട്രിബ്യൂട്ടഡ് ആയി. അതിന് കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻറ്ററാക്ഷൻ ഓഫ് ദി ടു ഒബ്ജക്ട്സ്. ഇനി ചില എക്സ്പെരിമെൻസിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ചില പ്രോസസ്സ് വഴിയോ പുതിയ ഇലക്ട്രോൺസും പുതിയ പ്രോട്ടോൺസും ക്രിയേറ്റഡുമാവാം ഡിസ്ട്രോയിഡുമാവാം. ബട്ട് ഈ ബാലൻസ് ഒരിക്കലും ഡിസ്ട്രോയിഡ് ആവില്ല. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. 5 ഇലക്ട്രോൺസ് ക്രിയേറ്റഡ് ആവുകയാണെങ്കിൽ 5 പ്രോട്ടോൺസും ക്രിയേറ്റഡ് ആവുന്നുണ്ട്. 5 ഇലക്ട്രോൺസ് ഡിസ്ട്രോയിഡ് ആവുന്നുണ്ടെങ്കിൽ 5 പ്രോട്ടോൺസും ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ നെറ്റ് ചാർജ് മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ടോട്ടൽ ചാർജ് ഓഫ് ദി ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കൺസർവ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് പ്രോപ്പർട്ടി 2, ചാർജസ് കൺസർവ്ഡ്. ഇനി നമുക്ക് തേർഡ് പ്രോപ്പർട്ടി നോക്കാം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തേക്കുന്നതാണ്. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് all free charges are integral multiples of a basic unit E. സോ നമ്മൾ ഒരു ചാർജ് Q കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ Q വിൽ ബി ഈക്വൽ ടു N ഇൻറ്റു E. അതുകൊണ്ടാണ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് E എന്ന് പറയുന്നത്. സോ E is equal to 1.602 into 10 raised to minus 19 coulomb. സോ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. സൈൻ കൺസിഡർ ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് എൻ ഇസ് എനി ഇൻറ്റീജർ, പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയിരിക്കില്ല, ലൈക്ക് -1, -2, -3, -4, 1, 2, 3, 4 ഒക്കെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. സോ എൻ ക്യാൻ ബി എനി ഇൻറ്റീജർ. സോ ഈ ഇയുടെ വാല്യൂന്ന് എന്താണ് ക്ലിയർ ആയത്? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബേസിക് യൂണിറ്റ് ചാർജ് ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചാർജ് ഓഫ് എ പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ. സോ കൺവെൻഷനലി ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡും പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡുമാണ്. അതുകൊണ്ട് തന്നെ ചാർജ് ഓഫ് ഇലക്ട്രോണിനെ മൈനസ് ഇന്നും ചാർജ് ഓഫ് പ്രോട്ടോണിനെ പ്ലസ് ഇന്നും റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എങ്ങനെയാണ് ഇലക്ട്രോൺസും പ്രോട്ടോൺസുമുള്ള ഒരു ഒബ്ജക്റ്റിൽ അഥവാ ബോഡിയിൽ അപ്ലിക്കബിൾ ആവുമെന്ന് നോക്കാം. സോ നമ്മൾ N1 നമ്പർ ഓഫ് ഇലക്ട്രോൺസും N2 നമ്പർ ഓഫ് പ്രോട്ടോൺസുമുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ N1 വിത്ത് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ആൻഡ് N2 വിത്ത് ചാർജ് ഓഫ് 1 പ്രോട്ടോൺ. ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ടോട്ടൽ ചാർജ് ഓൺ ദി ബോഡി. സോ ഇത് റീ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഐ വിൽ ഗെറ്റ് N1 മൈനസ് N2 ഇൻറ്റു ഇ. സോ ടോട്ടൽ ചാർജ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു N1 മൈനസ് N2 ഇൻറ്റു ഇ. ഈ N1ഉം N2ഉം എന്തെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, കാരണം നമ്പർ അല്ലേ. സോ അവരുടെ ഡിഫറൻസും ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. സോ ഈ N1 മൈനസ് N2 എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജറാണ്. ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ആസ് ക്യാപിറ്റൽ N. അപ്പോൾ ഈ കേസിലും വി ക്യാൻ സേ ദാറ്റ് ടോട്ടൽ ചാർജ് ഓൺ ദി ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ.
സോ തേർഡ് ബേസിക് പ്രോപ്പർട്ടി ആയ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജും വി ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി പോർഷൻസ് അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ടാക്കിൾ വിത്ത് അസ്. സീ യു ഫ്രണ്ട്സ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.